എന്തു പറ്റി? സാരിയിൽ മുള്ളു കുടുങ്ങിയെന്നാ തോന്നുന്നത്. നിങ്ങളൊന്ന് എടുത്തു കളഞ്ഞി. ഒരു നല്ല കാര്യത്തിന് പോകാൻ തുടങ്ങുമ്പോഴാണ്. ചോര പൊടിഞ്ഞിട്ടുണ്ടോ? അതൊക്കെ വീട്ടിൽ ചെന്ന് നോക്കാം. നീ വാ. ജോണി ഇല്ലേ ഇവിടെ? ഉണ്ട്, മോളില. വിളിക്കാം. ഓമനെ, നീ പുതപ്പകത്തുകൊണ്ട് വെച്ച് ജോണിയായിട്ട് ഇങ്ങോട്ട് വരാൻ പറ. അവൻ ചിലപ്പോ ഉറങ്ങായിരിക്കും.
നമ്മുടെ തഹസിൽദാർ സാറ് വന്നിട്ടുണ്ടെന്ന് പറ. അവിടെ ഒന്നും ശരിക്കും ഉറങ്ങാൻ പറ്റില്ലെന്നേ, ഭയങ്കര ചൂടല്ലേ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ് ഒന്നും വേണ്ട. ജോണിക്ക് എത്ര മാസം ലീവ് ഉണ്ട്? എനിക്കിതൊന്നും അറിയില്ലെന്നേ. എന്തൊക്കെയാണ് അവൾ തട്ടി ഉടയ്ക്കുന്നത്? മിനിഞ്ഞാന്ന് വന്ന പെണ്ണ മഹാ തെറിച്ചത്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ജോണി അപ്പച്ച വരുന്നുണ്ടാ? എന്താടി അവിടെ തട്ടി ഉടച്ചത്? അതാ കസേര മറിഞ്ഞു വീണതാ. അവിടെ എന്താ കരാട്ടായിരുന്നു? ജോണി എണീറ്റോടി. വരണുണ്ട്. അപ്പൻ എന്തിനാ വയസ്സുകാലത്ത് ഇങ്ങോട്ട് കയറി വരുന്നത്? കോണിപ്പിടി കയറുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തെങ്കിലും പറ്റിയ അമ്മച്ചി കൂടെ വീട്ടിലില്ലാത്ത. ഞാൻ ആ പെണ്ണ് എന്തൊക്കെയാണ് തട്ടി ഉടയ്ക്കണമെന്ന് നോക്കാൻ വന്നതാ. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. കുടിക്കാൻ എന്താ വേണ്ടേ? ഓ ഒന്നും വേണ്ട ജോണി. അത് പറഞ്ഞാൽ പറ്റില്ല. അപ്പാ, ഇവർ കുടിക്കാൻ എന്തായാലും കൊടുക്ക. ഞാൻ ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും അങ്ങനെ അല്ലല്ലോ. കൊടുക്കാം. ജോണി വല്ലാതെ തടിച്ചു കേട്ടോ. പത്മേടത്തി മോശമല്ല. അവിടെ ഇപ്പൊ ഇത്തിരി മെലിഞ്ഞിരിക്കുക. ഇതിലും തടിയുണ്ടായിരുന്നു. ആണോ? ജോണി വന്നു എന്ന് അറിഞ്ഞതുപോലെ ഇവൾക്ക് നിന്നെ ഒന്ന് കാണണമെന്നൊരു കമ്പം. ഗൾഫിലെ കാര്യങ്ങളൊക്കെ അറിയാനാത്രേ. അവിടെ എങ്ങനെയാ? നല്ല ചൂടുണ്ടോ? അസലായി. ചൂടുണ്ടോന്ന് ഒന്നും പറയണ്ട ചേച്ചി. പുറത്തിറങ്ങിയ രോമം കരിയും. നേരോ? പിന്നൊരു സമാധാനം ഉള്ളത് പുറത്തിറങ്ങണ്ട എന്നുള്ളതാ. എല്ലായിടത്തും എയർ കണ്ടീഷനാ. ഓഫീസില്, കാറില്, ഫ്ലാറ്റില്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെന്താ, സുഖമല്ലേ? എന്നാലും നമ്മുടെ നാട്ടിലെ സുഖമൊന്നും വേറെ തന്നെ. ഇതെല്ലാം അവിടുന്ന് കൊണ്ടുവന്നതാണോ? അതെ. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഏയ്, കസ്റ്റംസുകാർ 5000 രൂപ ഡ്യൂട്ടി അടിച്ചു. 2000 രൂപ കൈക്കൂലി. നമ്മുടെ കസ്റ്റംസുകാരുടെ കാര്യമൊന്നും പറയണ്ട. ദാ ഈ ടേപ്പർ കാർഡിന് മാത്രം 2500 രൂപയോളം ഡ്യൂട്ടി അടിച്ചു. പിന്നെ ഒളിമ്പസ് ക്യാമറ അത് കരുത്തിലിട്ട് പോകുന്ന കാരണം അവര് കണ്ടില്ല. സ്വർണം വല്ലതൊന്നും? ചെയിൻ. $10 തോലയുണ്ട്. ഇത് ഞാൻ ഊരി ക്യാമറ ചെയ്ത് വെച്ചിരുന്നു. സ്വർണത്തിനൊക്കെ എന്ത് വിലയുണ്ട് അവിടെ? തോലയ്ക്ക് ഏതാണ്ടൊരു 600 ദിർഹം വരും. ഓഹോ, അത്രയുണ്ടല്ലേ? വേറെ എന്തൊക്കെ? പിന്നെ 2 കിടക്ക കൊണ്ടുവന്നു. അത് വളരെ ചീപ്പാണ് അവിടെ. 40 ദിർഹം കൊടുത്താൽ നല്ല ഒന്നാന്തരം കിടക്കയായി. പിന്നെ ചില ഡ്രസ്സുകള്, സാരികള്. നിങ്ങൾ ഇരുന്ന് വർത്താനം പറ, ഞാൻ ഇപ്പൊ വരാം. വല്ല മീനും കിട്ടുമെന്ന് നോക്കാം. മീനിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. ഞാൻ കൊണ്ടുവന്ന ബനിയനത്. സാരിക്കൊക്കെ എങ്ങനെയാ അവിടെ? ചീപ്പാണോ? 10-20 ദിർഹം കൊടുത്താൽ നല്ല ഒന്നാന്തരം സാരി കിട്ടും, പോളിസ്റ്റർ. പക്ഷേ കസ്റ്റംസുകാരുടെ ശല്യമാണ് ഭയങ്കരം. ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട മാതിരിയാ. കാണുന്നതൊക്കെ അവർക്ക് വേണം. അതാലോചിക്കുമ്പോഴാ ഒന്നും കൊണ്ടുവരണ്ടാന്ന് തോന്നുക. പക്ഷെ 2-3 കൊല്ലം കൂടി നാട്ടിൽ വരുമ്പോ എങ്ങനെയാ കൈയും വീശി വരിക? അത് ശരിയാ. ഗോപിയേട്ടന് ഒരു സ്മാൾ കഴിച്ചൂടെ? അയ്യോ വേണ്ട ജോണി, ഗോപിട്ടൻ കുടിക്കില്ല. ഏതാ സാധനം? എ വിസ്കി ഓഫ് എമോൺസ്. ഒന്ന് നോക്കാല്ലേ? ദേ, നിങ്ങളെ താങ്ങിയെടുത്തോണ്ട് പോകാനൊന്നും എനിക്ക് വയ്യ കേട്ടോ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓമനെ, ഓമനെ, നീ മുകളിൽ പോയി
അലമാരി തുറന്ന് അതിന്റെ താഴത്തെ കള്ളിയില് ഇരുപ്പില്ലേ ഉം. അയ്യോട്ടോ. ഇവളാള് സ്മാർട്ടാണല്ലോ. അപ്പൻ എവിടുന്നോ കൊണ്ടുവന്നതാ. എത്ര ദിവസം നിൽക്കുമെന്ന് കർത്താവിനറിയാം. ജോണിക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അടുത്തോണം വരുമ്പോ നോക്കണം. ഇതെടുത്തോ, എന്നിട്ട് കുറച്ച് വെള്ളം ഗ്ലാസും കൊണ്ട്. ഇതിനെന്ത് വില വരും? 120 ദിർഹം. ഓഹോ. അയ്യോ വേണ്ട, അയ്യോ എനിക്ക് വേണ്ട. അത് കുഴപ്പമൊന്നും ചെയ്യില്ല ചേച്ചി, ശരീരത്തിന് നല്ലതാ. വേണ്ട. ആ മതി മതി. Cheers. അവിടെ എങ്ങനെയാ ഇപ്പോ? ജോലിക്കൊക്കെ വല്ല സ്കോപ്പ് ഉണ്ടോ? വലിയ ബുദ്ധിമുട്ടാണെന്നേ, എന്നാലും ചാൻസ് ഇല്ലാതില്ല. വിസ കിട്ടാൻ വല്ല വഴിയുണ്ടോ ജോണി? ആർക്കാ? എനിക്കാ? ഏയ്, അതേന്ന്. കിട്ടാനൊക്കെ ഉണ്ട്. അറബിക്ക് നല്ല കാശ് കൊടുക്കേണ്ടി വരും. ആണോ? പിന്നെ എന്തെങ്കിലും കൈത്തൊഴിൽ അറിഞ്ഞിരുന്നാൽ കമ്പനി വിസ കിട്ടിയെന്ന് വരും. അവളിപ്പോ എന്തിനാ കൂടുതൽ സ്കോപ്പ്? എന്തെങ്കിലും തരത്തിലുള്ള കൈത്തൊഴിൽ അറിയാമെങ്കിൽ നല്ലതാ. നോക്കോ വേട്ട, ടൈപ്പ് റൈറ്റിംഗ് അറിയാമെങ്കിൽ ജോലി കിട്ടാൻ ഇടയുണ്ട്, വിസയും. പിന്നെ വലിയ അധ്വാനമുള്ള ജോലിയൊന്നുമല്ല, വെയിലും ചൂട് നിൽക്കണ്ട, സുഖം. ആണോ? അത് ശരി. നമുക്കിറങ്ങാം, നേരെ ഒരുപാടായി. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരും ഇപ്പൊ. ഗോൾഡിന് ഓഫീസില്ലേ? പിന്നെ ജോണിയെ കാണാൻ വേണ്ടി ഇന്ന് ലീവ് എടുത്തു. ഇവള് പറഞ്ഞിട്ടാ എന്റെ പ്രേമഭാചനം. ഇവള് പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. ഗോപിയേട്ടൻ ഒന്നുകൂടാവാം. വേണ്ട, ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഞങ്ങൾ പോട്ടെ ജോണി. ആ, ഇരിക്ക്, ഞാനിപ്പോ വരാം. എന്ത് ബോറായി കാണിക്കുന്നത്. ആ വിസയുടെ കാര്യം ചോദിച്ച് ശരിയാക്കുന്നേ. എന്തിനാ? എനിക്ക് വേണ്ടി. എല്ലാം ശരിയാവും.